Good evening, America. Good morning, India. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മിറ്റ് റോംനെയ്ക്ക് തിരിച്ചടി. സൗത്ത് കരോലിനയും നഷ്ടമായേക്കും. വോൾ സ്ട്രീറ്റും കടന്ന് പിടിച്ചടക്കൽ സമരം സുപ്രീം കോടതിയിലേക്ക്. US സൈനിക മേധാവി മാർട്ടിൻ ഡെംസെ ഇസ്രായേൽ സന്ദർശിക്കുന്നു. മലാവിയിൽ മിനിസ്കർട്ട് ധരിച്ച വനിതകളെ ആക്രമിച്ചു. വ്യാപക പ്രതിഷേധം. ഞാൻ ജയൻ ശാസ്തമംഗലം. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാനുള്ള വോട്ടത്തിൽ മിറ്റ് റോംനെയ്ക്ക് ഇനിയും തിരിച്ചടിക്ക് സാധ്യത. സൗത്ത് കരോലിന റോംനെയ്ക്ക് നഷ്ടമായേക്കും. ശോഭ മങ്ങി നിന്ന ന്യൂട്ട് ഗിംഗ്റിച്ച് ശക്തമായ വാദപ്രതിവാദങ്ങളിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. I think the destructive, vicious, negative nature of much of the news media makes it harder to govern this country, harder to attract decent people to run for public office, and I am appalled that you would begin a presidential debate on a topic like that. ഇതോടെ തെളിഞ്ഞു നിന്ന മിറ്റ് റോംനെ പരിങ്ങലിലായി. അയോവയിലെ ഫലത്തിലെ അട്ടിമറി റോംനെയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. സൗത്ത് കരോലിനയിലെ ഫലം റോംനെയ്ക്ക് അനുകൂലമാവില്ലെന്ന് സ്വന്തം ക്യാമ്പിൽ തന്നെ വിലയിരുത്തലുകളുണ്ട്. ഗിംഗ്റിഡ്ജിന്റെ ഡിബേറ്റിലെ പ്രകടനം മികച്ചതാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. Every person in here knows personal pain. Every person in here has had someone close to them go through painful things. To take an ex-wife and make it 2 days before the primary a significant question in a presidential campaign is as close to despicable as anything I can imagine. My two daughters wrote the head of ABC and made the point that it was wrong, that they should pull it, and I am frankly astounded that CNN would take trash like that and use it to open a presidential debate. വലിയ സമ്പത്തുള്ള റോംനെയുടെ നികുതി സംബന്ധിച്ച ചില വിഷയങ്ങൾ കുറച്ചുപേർക്കിടയിലെങ്കിലും അവമതിപ്പുണ്ടാക്കി. വാർത്തകളിൽ നിന്നും വിട്ടുനിന്ന ഒക്കുപൈ പ്രക്ഷോഭം വീണ്ടും സജീവമാകുന്നു. വാൾ സ്ട്രീറ്റ് പിടിച്ചടക്കലിൽ തുടങ്ങിയ സമരം ഇനി സുപ്രീം കോടതിയെ ലക്ഷ്യം വയ്ക്കുന്നു. വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതിയിലേക്ക് തങ്ങളുടെ സമരം വ്യാപിപ്പിക്കാൻ ഒക്കുപൈ മൂവ്മെന്റ് തീരുമാനിച്ചത്. ജസ്റ്റിസുമാരുടെ വേഷത്തിൽ കോടതിക്ക് ചുറ്റും കൂട്ടം കൂടി സമരം ചെയ്യും. മോട്ടൗൺ ഗ്രൂപ്പിന്റെ ഗാനങ്ങൾ ആലപിക്കും. കുത്തക കമ്പനികൾക്കെതിരെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. അമേരിക്കയിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കുത്തകകളാണെന്നാണ് പ്രക്ഷോഭകരുടെ ആരോപണം. സമീപകാലത്ത് ചില കുത്തക കമ്പനികൾക്ക് ഗുണം ചെയ്യുന്ന ചില വിധികൾ പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സമരക്കാർ സുപ്രീം കോടതിക്ക് നേരെ തിരിയുന്നത്. സിറ്റിസൺസ് യുണൈറ്റഡും ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള കേസിൽ കുത്തക കമ്പനികൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പണം ചെലവാക്കാൻ അനുവദിക്കുന്ന വിധി വന്നിട്ട് 2 വർഷമായ അവസരത്തിലാണ് ഇത്തരമൊരു സമരത്തിന് തങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. 2010 വന്ന ഈ വിധി അനുസരിച്ച് സ്ഥാനാർത്ഥികളോട് അടുപ്പമില്ലാത്ത ഏതു പ്രസ്ഥാനത്തിനും സ്ഥാനാർത്ഥിക്ക് വേണ്ടി യഥേഷ്ടം പണം സമാഹരിക്കാനും ചിലവഴിക്കാനും കഴിയും. ഇതുമൂലം സ്ഥാനാർത്ഥികൾക്ക് വൻകിടക്കാരിൽ നിന്നും വൻ തുക തങ്ങളുടെ ഇലക്ഷൻ ആവശ്യങ്ങൾക്കായി വാങ്ങാനാകും. സുപ്രീം കോടതിയോടൊപ്പം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള കോടതികളിലും ഇത്തരം പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും ഒക്കുപൈ പ്രവർത്തകർ ആലോചിക്കുന്നുണ്ട്. മൂവ് ടു അമെൻഡ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഒക്കുപൈ വാൾ സ്ട്രീറ്റ് പ്രവർത്തകരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ദിവസം നീളുന്ന ഒക്കുപൈ കോഡ്സ് എന്ന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. അമേരിക്കൻ സൈനിക തലവൻ മാർട്ടിൻ ഡെംസെ ഇസ്രായേൽ സന്ദർശിക്കുന്നു. ഇറാനും അമേരിക്കയ്ക്കും ഇടയ്ക്ക് നിലനിൽക്കുന്ന അസ്വസ്ഥമായ രാഷ്ട്രീയാവസ്ഥയിൽ ഈ സന്ദർശനം അതീവ പ്രധാനമാവുകയാണ്. വെള്ളിയാഴ്ച മുതൽ അമേരിക്കൻ സൈനിക മേധാവി മാർട്ടിൻ ഡെംസെ ഇസ്രായേൽ നേതാക്കളുമായി ചർച്ചകൾ ആരംഭിക്കും. ഇറാന്റെ അണ്വായുധ പരീക്ഷണങ്ങളെ സ്വന്തം നിലയിൽ ചെറുക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് പിന്തുണയാവും ഈ സന്ദർശനം വഴി ലഭിക്കുകയെന്നും വിലയിരുത്തപ്പെടുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റുന്നതിനുമാണ് ഈ സന്ദർശനം ലക്ഷ്യമിടുന്നതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണവും ചർച്ചയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്.
എന്നാൽ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തി അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് US ലക്ഷ്യമിടുന്നത്. ഇറാന്റെ അണ്വായുധ പരീക്ഷണങ്ങൾക്ക് തടയിടുകയാണ് ഉദ്ദേശം. ഹോർമിസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ഈ സന്ദർശനം കൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അവരെ അണ്വായുധ വികസനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നതാണ്. എന്നാൽ ഇറാൻ ഇപ്പോഴും വാദിക്കുന്നത് അവർ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആണവ നിലയം വികസിപ്പിക്കുന്നതെന്നാണ്. ഇസ്രായേൽ അമേരിക്കയുടെ സൈനികേതര സമ്മർദ്ദതന്ത്രത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ചില നേതാക്കളെങ്കിലും അമേരിക്കൻ ഉപരോധത്തെ എതിർക്കുന്നു. എന്നാൽ ഇറാനുമേൽ സൈനിക നടപടികളെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ലെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യഹൂദ് ബാരക്കിന്റെ പ്രസ്താവന ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ്. അഫ്ഗാനിസ്ഥാനിൽ സൈനിക നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സഖ്യസേനയ്ക്ക് കനത്ത ആഘാതം. വ്യത്യസ്ത ആക്രമണങ്ങളിൽ 6 അമേരിക്കൻ പട്ടാളക്കാരും 4 ഫ്രഞ്ച് സൈനികരും കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ചയാണ് 6 അമേരിക്കൻ സൈനികരുടെ മരണത്തിനിടയാക്കി ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഹെൽമന്ദ് പ്രവിശ്യയിലായിരുന്നു ഇത്. CH-53 ഹെലികോപ്റ്റർ തകർന്നു വീണത് നാറ്റോ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഒരു പ്രദേശത്ത് വെച്ചായിരുന്നു. അപകടമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ കോപ്റ്റർ തങ്ങൾ തകർത്തതാണെന്ന് താലിബാൻ അവകാശപ്പെട്ടു. മറ്റൊരിടത്ത് അഫ്ഗാൻ സൈനികന്റെ വെടിയേറ്റ് 4 ഫ്രഞ്ച് സൈനികർ കൊല്ലപ്പെട്ടത് അവിചാരിതമായിരുന്നു. അഫ്ഗാൻ സൈനികർക്ക് പരിശീലനം നൽകുന്നതിൽ ഏർപ്പെട്ടിരുന്നവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. താലിബാനെ നേരിടാൻ അഫ്ഗാൻ സൈന്യത്തിന് തങ്ങൾ നൽകിയിരുന്ന പരിശീലനം അവസാനിപ്പിക്കുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസി പറഞ്ഞു. അഫ്ഗാൻ പട്ടാളക്കാരുടെ വെടിയേൽക്കാനല്ല തങ്ങൾ ഇവിടെ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലാവിയിൽ ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്ത്രീകൾ തെരുവിൽ. പാൻസ് ധരിച്ചതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ മലാവിയിൽ സംഘർഷമുണ്ടാക്കി. പാൻസും മിനിസ്കർട്ടും ധരിച്ചെത്തിയ സ്ത്രീകളോട് വഴിയോര കച്ചവടക്കാർ അതിക്രമം കാണിച്ചതോടെയാണ് സംഭവ വികാസങ്ങൾക്ക് തുടക്കമായത്. വഴിയോര കച്ചവടക്കാർ സ്ത്രീകളെ മർദ്ദിക്കുകയും വിവസ്ത്രരാക്കുകയും ചെയ്തു. അതോടെ സ്ത്രീകൾ സംഘടിതരായി. പാൻസും മിനിസ്കർട്ടും ധരിച്ചെത്തിയ സ്ത്രീകൾ വൻ പ്രതിഷേധ നിരയൊരുക്കി. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണെന്നും തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്നും സമരക്കാർ പ്രഖ്യാപിച്ചു. ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്ക് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്ത്രീകൾ പാരമ്പര്യ വസ്ത്രം ധരിക്കാതിരുന്നതാണ് വഴിയോര കച്ചവടക്കാരെ പ്രകോപിതരാക്കിയത്. എന്നാൽ സ്ത്രീകളുടെ പ്രതിഷേധത്തോടെ പ്രസിഡന്റ് ബിൻകുവ മുതരിക അക്രമകാരികളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം ഒരു തരത്തിലും അനുവദിക്കാനാവില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ 1994 മുമ്പ് മലാവിയിൽ സ്ത്രീകൾക്ക് പാൻസും മിനിസ്കർട്ടും ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇന്റർനെറ്റ് സെൻസർഷിപ്പ്, ഫയൽ ഷെയറിംഗ് സൈറ്റുകൾക്ക് നേരെയുള്ള നടപടികൾ നിയമാനുസൃതമല്ലെന്ന് അറ്റോർണി. ഫയൽ ഷെയറിംഗ് സൈറ്റായ മെഗാ അപ്ലോഡ് അടപ്പിച്ചതും അതിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ക്രിമിനൽ കേസെടുത്തതും അധികൃതരുടെ അതിരുകടന്ന നടപടിയാണെന്ന് കമ്പനിയുടെ അമേരിക്കൻ അഭിഭാഷകൻ പറഞ്ഞു. തങ്ങൾക്ക് നേരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അതിനാൽ തങ്ങൾ ഇതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അറ്റോർണി ഇറ റോത്കെയ്ൻ കൂട്ടിച്ചേർത്തു. വ്യാഴാഴ്ച വെബ്സൈറ്റ് അടപ്പിച്ച US അധികൃതർ ഓൺലൈൻ പൈറസി കുറ്റം ആരോപിച്ച് ഈ സൈറ്റുമായി ബന്ധമുള്ള 7 പേരെ ന്യൂസിലൻഡിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. സന്ദർശകരുടെ എണ്ണത്തിൽ ലോകത്തിലെ 72ാം സ്ഥാനത്തുള്ള ഈ സൈറ്റ് വഴി പകർപ്പവകാശം ലംഘിച്ചുള്ള ഫയൽ ഷെയറിംഗ് നടന്നിരുന്നതായി അധികൃതർ ആരോപിക്കുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഉപഭോക്താവിന്റെ അവകാശവുമായി ബന്ധപ്പെട്ടതാണെന്നും ആയതിനാൽ തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കമ്പനി അവകാശപ്പെട്ടു. കമ്പനി സെർവറുകളും ഡൊമെയിൻ പേരുകളും പിടിച്ചെടുത്ത അധികൃതരുടെ നടപടി ഉചിതമല്ലെന്ന് കമ്പനി വാദിക്കുന്നു. ഇത്തരം നടപടി ഉപഭോക്താക്കൾക്ക് ഞെട്ടലുണ്ടാക്കിയെന്നും അവർ നിയമപരമായി സമ്പാദിച്ച ഡാറ്റ സ്റ്റോർ ചെയ്തിടത്തു നിന്നും അവർക്ക് ഉപയോഗിക്കാനാവില്ലെന്നും കമ്പനി വാദങ്ങൾ നിരത്തുന്നു. എന്നാൽ മെഗാ അപ്ലോഡ് കമ്പനി നിയമാനുസൃതമല്ലെന്നും പകർപ്പവകാശമില്ലാത്ത പുതിയ സിനിമകളും TV പ്രോഗ്രാമുകളും തങ്ങളുടെ സെർവർ വഴി പ്രചരിപ്പിക്കുന്നുവെന്നും അധികൃതർ പറയുന്നു. മാത്രമല്ല ഇത്തരം സിനിമകളും പ്രോഗ്രാമുകളും അപ്ലോഡ് ചെയ്യുന്നവരെ ധനം നൽകി പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ലിങ്ക് ലോകം മുഴുവനുമുള്ള തങ്ങളുടെ ഉപഭോക്താക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നതായും നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നവരുടെ ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് അവരെ നിരുത്സാഹപ്പെടുത്തിയിരുന്നതായും അധികൃതർ ആരോപിക്കുന്നു. പരസ്യങ്ങൾ വഴിയും തങ്ങളുടെ പ്രീമിയം മെമ്പർഷിപ്പ് വിറ്റും ഏകദേശം $175 മില്യൺ
നിയമാനുസൃതമല്ലാതെ കമ്പനി ഉണ്ടാക്കിയതായാണ് ഔദ്യോഗിക കണക്ക്. പ്രതിപട്ടികയിൽ അമേരിക്കക്കാർ ആരുമില്ലെങ്കിലും ജർമ്മനി, ന്യൂസിലൻഡ്, സ്ലോവാക്യ, നെതർലാൻഡ് എന്നിവിടങ്ങളിലെ പൗരന്മാരുണ്ട്. അന്വേഷണത്തിനായി 8 രാജ്യങ്ങളിലായി 20 സെർച്ച് വാറണ്ടുകളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ വ്യാഴാഴ്ച മെഗാ അപ്ലോഡ് അടപ്പിച്ചതിന് ശേഷം ഇന്റർനെറ്റ് നുഴഞ്ഞുകയറ്റക്കാർ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ നിയമവകുപ്പിന്റെയും FBI-യുടെയും വെബ്സൈറ്റുകൾ തകർന്നു. മോഷൻ പിക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെയും റെക്കോർഡിംഗ് ഇൻഡസ്ട്രിയുടെയും വെബ്സൈറ്റുകളും തകർന്നു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം കളക്റ്റീവ് അനോണിമസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഇടവേള. ജോസഫേട്ടാ, എനിക്കൊന്നാ പറയാം, കെട്ടാൻ താല്പര്യമില്ലാത്തവർ കെട്ടരുത്. ജോസഫേട്ടൻ എന്ത് പറയുന്നു? അല്ലാണ്ട് ഇവിടെ ഒന്ന് ബാക്കിയുള്ളവരും കൂടി മൂടോട്ടാക്കാൻ. ജയറാമിന്റെ ആദ്യത്തെ പടവും ഞാൻ വർക്ക് ചെയ്തതാണ്. അതായത് അപരൻ എന്നാ തോന്നുന്നു പടത്തിന്റെ പേര്. ജോൺസൺ മ്യൂസിക്, പപ്പറ്റൻ ഡയറക്ടറായിട്ട് വന്ന പടം. അതിന്റെ റീ റെക്കോർഡിംഗ് ജയറാം വന്നത്. അതെ, കുറച്ചുകൂടെ വേഗം നടക്കാച്ചല്ലേ, എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോവാം. ശരി, പോവാ. നേരായി ഞാനൊരു പക്ഷേ ഒരു അഹങ്കാരിയായിരിക്കണം, അത് എൻ്റെ ജനിതകത്തിൻ്റെ സ്വഭാവമായിരിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് ഞാൻ ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ഒരു ഫിലിം കരിയർ സ്പാൻ എന്ന് പറയുന്നത് 3 years 4 years 5 years. അത് കഴിഞ്ഞാൽ ഇനിയും പുതിയ പുതിയ എത്രയോ ആൾക്കാർ വരും. സോ ഒരിക്കലും ഫിലിം ഇസ് ഗോയിങ് ടു ബി ഓൾ മൈ ലൈഫ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. somehow each character somehow is connected to me. അത് എന്നെ ഓരോ ലെവലിലും ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ജേർണിയാണ് എനിക്ക്. ഐ ആം വെരി ഹാപ്പി. மலையாள படங்களில் இன்னும் நிறைய யதார்த்தமான சொல்லுவோம் தமிழில், ரொம்ப நேச்சுரலாக இருக்கிற ஒரு ஒர்க் பண்ணுறதுக்கான ஸ்கோப் ஜாஸ்தி இருக்குது. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. അമേരിക്കയിലെ മലയാളി സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. പലതും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു. എന്നാൽ ചിലത് തുറന്ന ചർച്ചകൾക്ക് വിധേയമാക്കുക തന്നെ വേണം. മൂല്യബന്ധിതമായി വളർന്നുവരാൻ ഇന്ത്യൻ യുവത്വത്തിന് സാധിക്കാത്ത വിധം സാംസ്കാരിക അന്തരം നിലനിൽക്കുന്ന ഇടമാണ് അമേരിക്കയെന്ന് മലയാളി സമൂഹം സാക്ഷ്യപ്പെടുത്തുന്നു. അമേരിക്കൻ മലയാളികളുടെ 2ാം തലമുറ ഇന്ത്യക്കാരല്ലാതായി മാറുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. അരിസോണ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് പോൾ പുളിക്കൻ പറയുന്ന നഗ്ന സത്യങ്ങൾ പലർക്കും രുചിക്കാനിടയില്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. നമ്മുടെ അരിസോണയെ സംബന്ധിച്ച് ചെറിയ യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഞങ്ങൾ കുറച്ച് ഫാമിലീസ് മാത്രമാണ് വലിയ കുട്ടികളുള്ളവരുള്ളൂ. അപ്പോൾ ആ കുട്ടികൾ വലുതായി കഴിയുമ്പോഴത്തേന് കല്യാണം നമ്മളെ പാരൻസ് പറയുന്നവർ കഴിക്കുന്നവരുണ്ട്. ആഘോഷമായിട്ട് 1000 പേരെയും 2000 പേരെയും വിളിച്ച് നമ്മൾ കല്യാണം നടത്തും. 6 മാസം കഴിയുമ്പോൾ അവർ പല ആൾക്ക് ഡൈവോഴ്സ് നടത്തും. ഡൈവോഴ്സ് നടത്തി കഴിഞ്ഞിട്ടാണ് പാരൻസ് അറിയണത്. ഇപ്പം നമ്മുടെ കുട്ടികൾ സെക്കൻഡ് ജനറേഷൻ ഓൾറെഡി ഓൾമോസ്റ്റ് അമേരിക്കനൈസ്ഡായി. അമേരിക്ക പകർന്നു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ലഹരിയിലാണ് ഇന്ത്യൻ യുവത്വവും. വ്യക്തി സ്വാതന്ത്ര്യം രക്തബന്ധ മൂല്യങ്ങൾക്ക് മുന്നിൽ 2ാം സ്ഥാനത്തായി പോകാതിരിക്കുക എന്നതാണ് അമേരിക്കൻ തത്വം. നമ്മുടെ കുട്ടികളും ആ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ തലമുറകളുടെ അകലം വർദ്ധിക്കുന്നു. പാരൻസ് കാണുന്നതൊക്കെ കൂടുതൽ
അവർ ഫ്രണ്ട്സാണ് അവരെ കാണുന്നത്. സ്കൂളിൽ പോയുള്ള സമയം മുഴുവനും. അത് കഴിഞ്ഞിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം അവരെ സെൽഫോണിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നത്, ഇൻ്റർനെറ്റിലൂടെ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സമയം അവർ ഫ്രണ്ട്സായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് പാരൻസ് മനസ്സിലാക്കുന്നില്ല. പാരൻസ് മനസ്സിലാക്കുന്നത് സൺഡേ കാറ്റീസിന് കൊണ്ടുപോകുന്നു, പള്ളിയിൽ കൊണ്ടുപോകുന്നു, അച്ഛനായിട്ട് വർത്തമാനം പറയുന്നു, വീട്ടിൽ പ്രാർത്ഥന എത്തിക്കുന്നു, അതോടെ കഴിഞ്ഞു. കുട്ടികൾ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സാണ്, അപ്പോൾ പ്രാർത്ഥനയുടെ അടുത്ത് കുട്ടികളില്ല, ഞങ്ങൾക്ക് നേരത്തെ പോകണം, വൈകിയേ വരാൻ പറ്റുള്ളൂ. പാരൻസ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് വെച്ചിട്ട് ഒന്നും ചോദിക്കില്ല. നമ്മളെല്ലാം വിചാരിക്കുന്ന കുട്ടികൾ നമ്മളെയൊക്കെ വലുതാവണമെന്നല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിച്ച എൻ്റെ മോൻ ഡോക്ടർ ആവണം, എൻ്റെ മോൻ എഞ്ചിനീയർ ആവണം, എൻ്റെ മോൻ MBA എടുത്ത് വലിയ മാനേജർ ആവണം, IT പ്രൊഫഷണൽ ആവണം, അയലക്കാരനെയൊക്കെ കൂടുതൽ കാശുണ്ടാക്കണം. അപ്പം ഞാനും കാശുണ്ടാക്കാൻ പോയി, ഭാര്യയും കാശുണ്ടാക്കാൻ പോയി, കുട്ടികൾ പഠിക്കാനും പോയി, എല്ലാവരും കോമ്പറ്റീഷനാണ്. ഏറ്റവും വലിയ വീട് മേടിച്ചു, ഏറ്റവും നല്ല കാറ് മേടിച്ചു, ഏറ്റവും നല്ല ഫർണിച്ചർ മേടിച്ചു. ഈ ബില്ല് പേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആജീവനാന്തം ഇങ്ങനെ കിടന്ന് നടക്കും. കുട്ടികളാണെങ്കിൽ അവരവരെ വഴിക്ക് പോയി. പേരൻസ് കുട്ടികളെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി ആവശ്യത്തിന് കാശ് കൊടുത്തു. അവരെ വിചാരം കാശ് കൊടുക്കുന്നതാണ് കുട്ടികളോട് സ്നേഹം കാണിക്കുന്നതാണ്. കുട്ടികൾ ആ കാശ് കൊണ്ടിട്ട് ചിലപ്പോൾ സ്മോക്ക് ചെയ്യും, ചിലപ്പോൾ ഡ്രഗ്സ് ആയിരിക്കും, ചിലപ്പോൾ ബീർ കുടിക്കായിരിക്കും, ചിലപ്പം ബാറിൽ പോയിട്ട് കുടിക്കായിരിക്കും. പേരൻസിന് ചോദിക്കാൻ റൈറ്റില്ല, നേരമില്ല. പ്രായമായി കഴിയുമ്പോൾ ചോദിക്കാനായിട്ട് വരുമ്പോഴത്തേനും അവർ പറഞ്ഞു ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. ഇതാണ് നമ്മുടെ സോഷ്യൽ പ്രോബ്ലം അവിടെ. മാതാപിതാക്കളുടെ അമേരിക്കൻ ജീവിതത്തിലെ തിരക്കുകൾ കുട്ടികളുടെ വളർച്ചയെ ബാധിക്കും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇവിടെ കുടുംബ ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഇട ദിവസങ്ങളിൽ എല്ലാ ആൾക്കാരും വീക്ക് ഡേയ്സിൽ എല്ലാവരും ബിസിയാണ്. ആ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരും കൂടെ കൂടിച്ചേരാൻ പറ്റില്ല. ഭാര്യ മാത്രമോ ഭർത്താവ് മാത്രമോ ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫല്ലേ വന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീക്കെൻഡിലാണ് ഇതൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് നമ്മൾ വൈഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ടെൻഷൻസ് ഉണ്ട്, ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാത്തതിൻ്റെ ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻസ് ഉള്ളതുകൊണ്ട് കുട്ടികളെ നേരായ രീതിയിൽ ലീഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ പ്രശ്നം തീർന്നിട്ട് വേണം കുട്ടികളുടെ പ്രശ്നം തീർക്കാനായിട്ട്. അത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് മുഴുവൻ പറ്റിയിട്ടില്ല. അവർ വിചാരിക്കുന്നത് കുട്ടികൾ നമ്മൾ പറയുന്നതനുസരിച്ച് നടക്കുന്നതാണ്. കുട്ടികളുടെ ഫ്രണ്ട്സ് പറയുന്നതനുസരിച്ച് നടക്കുകയുള്ളൂ. ചെറുപ്പത്തിൽ നമ്മൾ പറയുന്നതനുസരിച്ച് നടക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ കുട്ടികളുടെ വിചാരം, ചെറിയ കുട്ടികളുടെ വിചാരം നമ്മൾ ഗോഡാന്നാണ്, നമ്മൾ പറയുന്ന പോലെ ശരിയാന്നാണ്. കുട്ടികൾ ടീനേജ് ആകുമ്പോൾ കുട്ടികൾ പറയുന്നത് യു ഡോണ്ട് നോ എനിത്തിങ്. കാരണം അവിടെ ജനറേഷൻ ഗ്യാപ്പ് അവർ കണ്ടുപിടിച്ചു. ഇനി അവരത് ശരിയായി വരണമെങ്കിൽ 10, 20, 25 വയസ്സൊക്കെ ആവണം. അപ്പോഴത്തേക്കും ടു ലേറ്റ്. വിവാഹം പോലുള്ള സങ്കല്പങ്ങളിൽ അമേരിക്കയിൽ വളരുന്ന കുട്ടികളിൽ ഏറെ വ്യത്യാസമുണ്ട്. പോൾ പുളിക്കൻ പ്രതിനിധീകരിക്കുന്ന അരിസോണ, മെക്സിക്കോ അതിർത്തിയിലായതിൻ്റെ ബുദ്ധിമുട്ടുകളും വേറെ. ഇന്ത്യക്കാരോട് അനുഭാവപൂർണമായ പെരുമാറ്റമാണ് അമേരിക്കക്കാർക്ക് എന്ന ആശ്വാസം, പിന്നെ ചെയ്യുന്ന തൊഴിലിൻ്റെ മാന്യമായ ശമ്പളവും. നോർത്ത് അമേരിക്കൻ മലങ്കര കാത്തോലിക്ക സഭയുടെ പാസ്റ്റർ കൗൺസിലിന് പുതിയ സെക്രട്ടറി. ന്യൂ റോഷൻ സെന്റ് മേരീസ് മലങ്കര കാത്തോലിക്ക ഇടവകാംഗമായ ഫിലിപ്പ് ജോണിനെയാണ് പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. 2012 ഓഗസ്റ്റിൽ നടക്കുന്ന മലങ്കര കാത്തലിക് നാഷണൽ കൺവെൻഷന്റെ സെക്രട്ടറിയായും ഫിലിപ്പ് ജോൺ പ്രവർത്തിക്കും. കാറപകടത്തിൽ മരിച്ച മാർത്തോമ ഇടവക വികാരി റവറന്റ് AV ജോർജിന്റെ സംസ്കാരം ഞായറാഴ്ച നടക്കും. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സംസ്കാര ചടങ്ങുകൾ ആയിരൂർ ചായൽ മാർത്തോമ പള്ളിയിലെ സെമിത്തേരിയിൽ 2 മണിക്ക് നടക്കും. ഡോക്ടർ EC എബ്രഹാം ഇടത്തറയെ കമാൻഡന്റ് ബഹുമതി നൽകി ആദരിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് അർക്കൻസാസ് മെഡിക്കൽ സയൻസസിൽ സീനിയർ പ്രൊഫസറും
യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ് അദ്ദേഹം. അഗസ്ത സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടന്ന പ്രത്യേക ചടങ്ങിലാണ് ജനുവരി 1-ാം തീയതി ആർച്ച് ബിഷപ്പ് എൽദോ മോർ തിത്തോസ് മെത്രാപ്പൊലിത്തയാണ് സ്ഥാനചിഹ്നവും ബഹുമതിയും നൽകിയത്. മെഡിക്കൽ രംഗത്തെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെയും സംഭാവനകൾ പരിഗണിച്ചാണ് ഡോക്ടർ ഇ.സി. എബ്രഹാമിന് പുരസ്കാരം നൽകിയത്. പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച സ്ക്വാഷ് മത്സരത്തിൽ ആയുഷ് മേനോൻ ചാമ്പ്യനായി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ജൂനിയർ US ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിലാണ് ഈജിപ്തുകാരൻ ഒമറൽ ടോർക്കയെ പരാജയപ്പെടുത്തി ആയുഷ് കിരീടമണിഞ്ഞത്. വാൾസ്ട്രീറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഉല്ലാസ് മേനോന്റെയും ദന്തിസ്റ്റായ പിനാലി മേനോന്റെയും പുത്രനാണ് ആയുഷ്. ഇനി കേരള ഡെസ്ക്. ടൂറിസം രംഗത്തിന്റെ ഭൂപടത്തിൽ കൊച്ചിക്കാരൻ സൈമണിനും ഇടമുണ്ട്. പക്ഷേ പട്ടിണിയും പരിവട്ടവുമായി പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ മാത്രമാണിത്. കേരളത്തിന് 11,433 കോടി രൂപ 2007 വർഷത്തിൽ വരുമാനം നേടിക്കൊടുത്ത അഹങ്കാരത്തിലാണ് സൈമൺ. ഈ പ്രസ്ഥാനം ഇല്ലെങ്കിൽ ടൂറിസം എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഫോർട്ട് കൊച്ചി എന്ന് വെച്ചാൽ കൊച്ചിയുടെ ഹൃദയഭാഗമാണ് ഇത്. കേരളത്തിൽ അതിവേഗം വളരുന്ന വരുമാന മേഖലകളിൽ പ്രധാനം ടൂറിസം രംഗം തന്നെ. കൊച്ചിക്കാരൻ സൈമൺ സംസ്ഥാന ടൂറിസത്തിന്റെ സുപ്രധാന കണ്ണിയാണ്. പക്ഷെ ടൂറിസം വകുപ്പോ അധികാര കേന്ദ്രങ്ങളോ അതറിയുന്നില്ല എന്ന് മാത്രം. ഇത് ഞങ്ങളെ പറ്റിക്കുന്ന സാധനം, ഞങ്ങൾ കൊടുത്തേക്കണതിന്റെ ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ കേട്ട് എന്നുള്ള വെച്ചു ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതൊക്കെ പ്രിന്റ് ചെയ്തേക്കുന്നു. തെളിവുകൾ നിരത്താം. കേരളത്തിന്റെ സൗന്ദര്യം വിൽക്കാൻ വെക്കുമ്പോൾ പരസ്യപ്പലകയായി ബ്രോഷറുകൾ തയ്യാറാക്കാറുണ്ട് ടൂറിസം വകുപ്പ്. കേരളത്തിലെത്തിയാൽ 101 കാര്യങ്ങൾ ചെയ്യാതെ മടങ്ങരുതെന്നും ഒരു ബ്രോഷറുണ്ട്. അതിൽ 9-ാം നമ്പർ സൈമണാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചീനവല ഉണ്ട്, എംബ്ലമായിട്ടുണ്ട്. ഇന്ന് ലോകം അറിയുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം, അതിന്റെ എംബ്ലം ചീനവലയായിരുന്നു. ദ കേരള കമ്പാനിയൻ എന്ന ഹാൻഡ് ബുക്കിൽ എറണാകുളം ജില്ലയെ സൂചിപ്പിക്കുന്നത് തന്നെ സൈമൺ പ്രതിനിധീകരിക്കുന്ന ചീനവലയെയാണ്. ഇതിന്റെ പടം ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. ലോകമെമ്പാടും ലോകമുണ്ട്, മനുഷ്യനുണ്ട്, എവിടെയില്ലാത്ത. വലിയ തേക്കുമരങ്ങളും വലയും ക്രമമായി കോർത്തുവെക്കുന്ന ചീനവല എന്ന വസ്തുവിന് ഒരു കൗതുക കാഴ്ച എന്നതിനുമപ്പുറം ഏറെ പറയാനുണ്ട്. ഈ തൊഴിലാളികളുടെ നിരപരാധിത്വം, ഈ തൊഴിലാളികൾ 6 മാസം അതെങ്കിൽ കഞ്ഞി കുടിക്കാം, 6 മാസം ഉള്ളു. പിന്നെ 6 മാസം പട്ടിണിയാണ്. 2 ദിവസം വെള്ളം കിട്ടും, 5 ദിവസം ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുങ്ങളും ജീവിക്കാനുള്ളതല്ലേ, നമ്മളെപ്പോലെ തന്നെ ഒരു ജീവനുള്ള വസ്തുക്കളല്ലേ. അപ്പൊ അവരെയും നമ്മൾ ഗവൺമെന്റ് കൊടുക്കണം. അഥവാ ഗവൺമെന്റ് കൊടുത്താൽ സൗജന്യ റേഷൻ കൊടുക്കും, പശു പോലും തിന്നില്ല. 2007 ടൂറിസം രംഗം സംസ്ഥാനത്തിന് നേടിത്തുന്ന 11.5 കോടിയോളം രൂപയിൽ അവകാശമുണ്ട് സൈമൺ എന്ന ഈ വൃദ്ധനും. അവൻ ഇവിടുത്തെ ഒരു ഉണ്ടംപരി തിന്നാലും ശരി 2 പൈസ അവന്റെ വീണ്ടും. ഒരു ഉണ്ടംപരിയുടെ വില 2 രൂപ. അതിൽ നിന്ന് ഗവൺമെന്റ് നിരക്കുള്ള സാധനം വീഴും. എണ്ണ മേടിക്കുമ്പോൾ ടാക്സ് ഉണ്ട്, പൊടി മേടിക്കുമ്പോൾ ടാക്സ് ഉണ്ട്. ഇതെല്ലാം ഗവൺമെന്റാണ് വീണത്. സൈമൺ അത് ആവശ്യപ്പെടുന്നു. നമ്മൾക്ക് ഗവൺമെന്റിന് നമുക്ക് തരാൻ അർഹതപ്പെട്ടാണ്. ഗവൺമെന്റ് ഈ പ്രസ്ഥാനം ടൂറിസ്റ്റ് ആക്ടിൽ കൊണ്ടുവന്നതിന്റെ പൂർത്തി നമുക്ക് തരാൻ ഗവൺമെന്റ് അർഹതപ്പെട്ടാണ്, തന്നേ പറ്റൂ. ഏത് കച്ചവടത്തിനും മുതൽ മുടക്കും വരുമാനവും തമ്മിൽ ഒരു മാന്യമായ അനുപാതമുണ്ട്. നിലനിൽപ്പിനു വേണ്ടിയുള്ള മുതൽ മുടക്ക് അനുപാതം എല്ലാ വർഷവും പാലിക്കുകയും വേണം. പക്ഷെ ലാഭം കണ്ട് കണ്ണുമഞ്ഞളിച്ചു പോയൊരു വകുപ്പാണ് ടൂറിസം. ഈ ഗവൺമെന്റ് ഇനി വരാൻ പോണ ഗവൺമെന്റ് ഇതിന് മുപ്പാടുള്ള ഗവൺമെന്റ് ഇത് നശിപ്പിച്ച് കൈ കൊടുത്തിട്ടും പിന്നെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാന്ന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വരുമാനത്തിന്റെയും ചിലവിന്റെയും അനുപാതം ശ്രദ്ധിക്കാം. 2007 വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും ലഭിച്ച ആകെ വരുമാനം 11,433 കോടി രൂപയാണ്. തൊട്ടടുത്ത വർഷം 2007-2008 സാമ്പത്തിക വർഷത്തിൽ പദ്ധതി ഇനത്തിൽ സംസ്ഥാനം വകയിരുത്തിയതാകട്ടെ 83 കോടി 18 ലക്ഷം രൂപ മാത്രം. സൈമൺ അടങ്ങുന്ന കൊച്ചിയിലെ ചീനവലക്കാർ സൗജന്യത്തിന് അപേക്ഷിക്കുകയല്ല. ഓപ്പൺ മാർക്കറ്റിൽ ചെന്നാൽ കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പൊ അത് ഗവൺമെന്റിന്റെ ഈ സ്വാധീനത്തിൽ കൂടെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയാണെങ്കിൽ അത്ര ശതമാനം കുറഞ്ഞിരിക്കും. നമ്മൾ ഇന്നിപ്പോ 10 രൂപ മേടിക്കുന്ന സാധനം 4 രൂപ കിട്ടും. 4 രൂപ കിട്ടുമ്പോൾ ഞാനിപ്പോ ഈ പ്രാവശ്യം ഞാൻ 85,000 രൂപ എന്റെ അടുത്ത് പോയി. അപ്പൊ എനിക്ക് 40 രൂപ. ഫോറസ്റ്റ്, ഫിഷറീസ്, ടൂറിസം തുടങ്ങി 3 വകുപ്പുകൾക്കും കൂടി ചേർന്നാൽ ഇവർക്ക് ചില സഹായങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് നെറ്റ് ഫിഷറീസിന്റെ റോപ്സ് ഇതൊക്കെ എല്ലാം ഫിഷറീസിന്റെ
പിന്നെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തടി ഉപകരണങ്ങളെല്ലാം അവരുടെ. 1986 വെറും 17 കോടി രൂപയുടെ വരുമാനമായിരുന്നു ഈ രംഗത്തെങ്കിൽ 20 വർഷം കൊണ്ട് 2006 എത്തുമ്പോൾ 9126 കോടിയും കടന്ന് 2007 11,433 കോടിയാവുന്നു. ഇനി ഈ വർഷം വകയിരുത്തിയ 83 കോടി 18 ലക്ഷത്തിന്റെ കണക്കുകളിൽ ചില ഇനങ്ങൾ ശ്രദ്ധിക്കുക. ടൂറിസത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനത്തിന് 5 ലക്ഷം, വിനോദസഞ്ചാര വകുപ്പ് ശക്തിപ്പെടുത്തൽ 25 ലക്ഷം. വകുപ്പിന്റെ ശക്തിപ്പെടുത്തൽ എന്നത് എന്താണെന്ന് ഇന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഇവിടെയൊന്നും സൈമൺ എന്ന വൃദ്ധനോ ചീനവലയോ വിഷയമാവുന്നില്ല. ഇത്രയും രണ്ട് കരയിൽ നിൽക്കുന്ന സാധനത്തിന് വേണ്ടി ഒരു നയാ പൈസ പോലും ഗവൺമെന്റ് ഇല്ല. 400-500 കൊല്ലങ്ങൾ പഴക്കമുള്ള സാധനമാണ്. പക്ഷെ ഈ തലമുറകളായിട്ട് നിർത്തിക്കൊണ്ടു പോകുന്ന മാത്രമേ ഉള്ളൂ. ചീനവലയും സൈമണും ഒരു അടയാളം മാത്രമാണ്. പണക്കൊഴുപ്പിന്റെ പ്രഭയിൽ അന്ധരാവുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ മേലാളന്മാർ കറിവേപ്പില പോലെ അവഗണിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പ്രതിനിധികൾ മാത്രമാണിവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിറ്റ് റോംനെയ്ക്ക് തിരിച്ചടി, സൗത്ത് കരോലിനയും നഷ്ടമായേക്കും. വോൾ സ്ട്രീറ്റും കടന്ന് പിടിച്ചടക്കൽ സമരം സുപ്രീം കോടതിയിലേക്ക്. US സൈനിക മേധാവി മാർട്ടിൻ ഡെംസെ ഇസ്രായേൽ സന്ദർശിക്കുന്നു. മലാവിയിൽ മിനിസ്കർട്ട് ധരിച്ച വനിതകളെ ആക്രമിച്ചു, വ്യാപക പ്രതിഷേധം. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.